എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലി ചാലക്കുടി റോഡിൽ അല്ലെങ്കിൽ ചാലക്കുടി അങ്കമാലി റോഡിൽ കറുകുറ്റി ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ സർവീസിനോട് ചേർന്ന് നിങ്ങൾക്ക് കാണാം കറുകുറ്റി മോട്ടോഴ്സ്. എന്താണ് ഈ കറുകുറ്റി മോട്ടോഴ്സ്? കറുകുറ്റി മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് വെഹിക്കിൾസ് ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ്. 1993 മുതൽ നമ്മുടെ ഈ ചങ്ക് സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ന് കറുകുറ്റിക്കാരനായിട്ടുള്ള ജോജി കല്ലുക്കാരൻ എന്ന് പറയുന്ന ചേട്ടനാണ് ഇത് തുടങ്ങിയത്. 2005-2006 കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകനായിട്ടുള്ള നമ്മുടെ ചങ്ക് ബ്രോ മേലൂർ സ്വദേശി ചിമിട്ടൻ അഭിലാഷ് തെക്കൻ എന്ന് പറയുന്ന ചേട്ടൻ ഇത് ഏറ്റെടുത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പം എന്താ സംഭവം? കണ്ട ചെണ്ടമേളം കാണാൻ നിങ്ങൾക്ക് ആളുകൾ കൂടി നിൽക്കുന്നു. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമല മേൽശാന്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ED പ്രസാദ് തിരുമേനി നമ്മുടെ കറുകുറ്റി മോട്ടോഴ്സിൻ്റെ അംഗണത്തിലേക്ക് വരികയാണ്. ഇത്തരം സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായിട്ടുള്ള ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവർക്ക് എപ്പോഴും ഒരുപാട് തിരക്കുകളായിരിക്കും. ലക്ഷക്കണക്കിന് ഭക്തരായിരിക്കും ഇവരെ കാംക്ഷിക്കാനായിട്ടൊക്കെ നിൽക്കുന്നത്, അനുഗ്രഹങ്ങൾ പ്രാപിക്കാനൊക്കെയും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിത്വം നമ്മുടെ ഈ വാഹനങ്ങളുടെ ഒരു കേന്ദ്രമായിട്ടുള്ള ഈ കറുകുറ്റി മോട്ടോഴ്സിലേക്ക് വരികയാണ്. അത്ഭുതം തന്നെയല്ലേ? അതാണ് പ്രസാദ് തിരുമേനി. നമ്മുടെ ഫ്രണ്ട് അഭിലാഷ് തെക്കൻ എന്ന് പറയുന്ന ചങ്ക് ബ്രോ ആയിട്ട് ഈ ശബരിമല മേൽശാന്തി ED പ്രസാദ് തിരുമേനിക്ക് വലിയ ബന്ധമാണുള്ളത്. ശബരിമല ക്ഷേത്രത്തെ പറ്റി നമുക്കറിയാമല്ലോ. എത്രയോ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ED പ്രസാദ് തിരുമേനി. ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയൊരു ഔദ്യോഗികത വരും. ജനങ്ങളുടെ ഇടയിലൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ്. പക്ഷേ ഇത് ഗ്യാപ്പൊന്നുമില്ല. അദ്ദേഹം കറുകുറ്റി മോട്ടോഴ്സിലേക്ക് വരാണ്. എന്താണ് കറുകുറ്റി മോട്ടോഴ്സുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം? അദ്ദേഹത്തിൻ്റെ ബന്ധം വലിയ ബന്ധമാണ്. വാഹനങ്ങളെ പ്രണയിക്കുന്ന, വാഹനങ്ങളെ സ്നേഹിക്കുന്ന, വാഹനങ്ങളുമായി ഇടപെട്ട് വലിയ രീതിയിൽ വാഹനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു കാലം നമ്മുടെ പ്രസാദ് തിരുമേനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കറുകുറ്റിയിലേക്ക് വരികയാണ്. കറുകുറ്റിയിലേക്ക് വരുന്നത് അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദരണീയനായിട്ടുള്ള ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ, അങ്കമാലി MLA റോജി M ജോൺ ഇവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുറേ നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ചങ്ക് ബ്രോ ആയതുകൊണ്ട് അഭിലാഷ് തെക്കൻ്റെ ഈ വലിയ സ്ഥാപനത്തിലേക്ക് എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. നമുക്ക് കറുകുറ്റി മോട്ടോഴ്സിലേക്ക് കടന്നില്ല. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും വളരെ അനുഗ്രഹീതമായ ഒരു നിമിഷമാണ്. ഞങ്ങൾ കുറച്ചു മുമ്പാണ് അറിഞ്ഞത്. ഞാൻ മറ്റു പരിപാടി പങ്കെടുത്തതാണ് അവർക്ക് മേൽശാന്തിയുടെ ബന്ധം. മേൽശാന്തി ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ അനുഗ്രഹം വാങ്ങാനും കഴിയുന്നത് വലിയ സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങൾക്കും അഭിമാനമുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാർലമെന്റ് നിയമനത്തിൽപ്പെട്ട കുറേയേറെയാണ് അദ്ദേഹത്തിന്റെ എത്തിയത്. ആ ഒരു സന്തോഷം പ്രത്യേകിച്ച് എന്നൊരു അഭിമാനമുണ്ട്. അദ്ദേഹത്തിന് ഈ മേൽശാന്തി, ശബരിമല മേൽശാന്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടതിനുള്ള സന്തോഷം ഈ നാട്ടുകാരും രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ വളരെയധികം സന്തോഷം. ഇവിടെ പറഞ്ഞതുപോലെ ശബരിമലയിൽ മേൽശാന്തി ആകുക എന്ന് പറയുന്നത് വലിയ ഒരു ഈശ്വര നിയോഗമാണ്. എന്തായിരുന്നാലും ഈ ആത്മീയ ആചാര്യന്മാർക്ക് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അത് അവരുടെ ജീവിതം വഴിയായിട്ടാണ്. അത്തരത്തിലുള്ള വലിയൊരു ഇടപെടലാണ് ഈ പ്രസാദ് തിരുമേനി ഇപ്പോൾ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുമായിട്ടൊക്കെ വളരെ മിങ്കിൾ ചെയ്യുക, ജാതി മത വ്യത്യാസമില്ലാതെ. നിങ്ങൾ നോക്കൂ, ക്രിസ്ത്യാനിയായിട്ടുള്ള അഭിലാഷ് തെക്കൻ എന്ന് പറയുന്ന ആൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു. ഒരുപാട് പേര് അദ്ദേഹത്തെ ആദരിക്കാൻ, അദ്ദേഹത്തിന് പൂച്ചെണ്ട് കൊടുക്കാനും ഷാളണിയിക്കാനും ഒക്കെ നോക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആത്മീയ ആചാര്യന്മാരുടെ ഒരു കടന്നുവരവ് സമൂഹത്തിൽ മാനവ മൈത്രി ഊട്ടി ഉറപ്പിക്കുന്നതിന് ഹേതുവായി ഭവിക്കട്ടെ.